സർ, അഭിമാനകരമായ 5 വർഷങ്ങൾ. സർ, എല്ലാ പ്രതിബന്ധങ്ങൾക്കിടയിലും വികസനക്ഷേമ കാര്യങ്ങളിലും നാടിൻ്റെ ഭാവി സംബന്ധിച്ച പ്രവർത്തനങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറായിട്ടില്ല. 10 വർഷം കൊണ്ട് കേരളത്തിന് മുഖച്ഛായ മാറ്റാൻ 1-2 പിണറായി സർക്കാരുകൾ കഴിഞ്ഞു. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് നിർണായകമായ വളർച്ചയുണ്ടാക്കാനും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇവിടെ തന്നെ തൊഴിൽ ചെയ്യാൻ കഴിയുന്ന ഭൗതിക സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഗതിവേഗം നൽകാനും നമുക്ക് കഴിഞ്ഞു. സർ, ഏറെ അഭിമാനകരമായ നേട്ടങ്ങളുമായിട്ടാണ് 2ാം പിണറായി സർക്കാർ 5 വർഷക്കാലം പൂർത്തിയാക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞു. വികസനക്ഷേമ രംഗങ്ങളിൽ നാം കൈവരിച്ച നേട്ടങ്ങൾ ലോകശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഇന്ത്യയുടെ തെക്കേറ്റത്തുള്ള ഒരു ചെറിയ സംസ്ഥാനം ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ച വികസന മാതൃകയെ അന്തർദേശീയ മാധ്യമങ്ങൾ പോലും ശ്രദ്ധിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. സർ, ക്ഷേമരംഗങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സർക്കാർ കേരളത്തിലേതാണ്. അതിവിപുലമായ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. സർ, നാളിതുവരെ ക്ഷേമ പെൻഷനായി 2ാം പിണറായി സർക്കാർ നൽകിയ തുക 48,383.83 കോടി രൂപയാണ്. 62 ലക്ഷം ജനങ്ങൾക്ക് മുടക്കമില്ലാതെ എല്ലാ മാസവും 2000 രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്തിക്കുന്നു. സർ, ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കുമ്പോഴേക്കും 54,000 കോടി രൂപ ക്ഷേമ പെൻഷനായി ജനങ്ങളുടെ കയ്യിൽ എത്തിച്ചിരിക്കും. 1/2 ട്രില്യൺ രൂപ ക്ഷേമ പെൻഷനായി കേരളത്തിലെ സാധാരണക്കാർക്ക് നൽകിയ സർക്കാരാണിത്. ഇത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇത്രയും സുസ്ഥിരവും വിശ്വാസത ഉള്ളതുമായ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി ഇല്ല. സർ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 5 വർഷം കൊണ്ട് 10,700 കോടി രൂപയാണ് മാത്രമാണ് ക്ഷേമ പെൻഷനായി നൽകിയത്. എന്നാൽ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുൻ സർക്കാരിന്റെ കുടിശ്ശികയായ തുക ഉൾപ്പെടെ 35,089 കോടി രൂപ നൽകി. 1-2 പിണറായി സർക്കാരുകൾ 10 വർഷം കൊണ്ട് ക്ഷേമ പെൻഷനായി നൽകിയത് 90,000 കോടി രൂപയാണ്. സർ, ഒരു മാസത്തെ കുടിശ്ശിക പോലുമില്ലാതെ മുഴുവൻ ഗുണഭോക്താക്കളിലേക്കും പെൻഷൻ കൃത്യമായി എത്തുകയാണ്. സർ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി, മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് ഉൾപ്പെടെ പദ്ധതികളോട് മാത്രം 1 കോടി ആളുകളിലേക്കാണ് സർക്കാരിന്റെ സഹായം എത്തുന്നത്. അതായത് ജനസംഖ്യയുടെ 30% ആളുകൾക്ക് എല്ലാ മാസവും സർക്കാർ നേരിട്ട് സാമൂഹ്യ സുരക്ഷാ സഹായം എത്തിക്കുന്നു. സർ, ലൈഫ് പദ്ധതിയിലൂടെ 4,81,935 കുടുംബങ്ങൾക്ക് LDF സർക്കാർ അടച്ചുറപ്പുള്ള വീടുകൾ നൽകി. 2ാം പിണറായി സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കുമ്പോഴേക്കും ലൈഫ് പദ്ധതിയിലൂടെ കൈമാറുന്ന വീടുകളുടെ എണ്ണം 5,25,000 കടക്കും. സർ, കടൽക്ഷോഭ ഭീഷണി അനുഭവിക്കുന്ന പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ സുരക്ഷിത പാർപ്പിടങ്ങൾ നിർമ്മിച്ച് മാറ്റിപ്പാർപ്പിക്കുന്ന പുനർഗേഹം പദ്ധതിയിലൂടെ സർക്കാർ നിർമ്മിച്ചു നൽകിയത് 3408 ഭവനങ്ങളാണ്. 2000-ഓളം ഭവനങ്ങളുടെ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലുമാണ്. സർ, വീടുകൾ നിർമ്മിച്ചു നൽകുക മാത്രമല്ല സർക്കാർ ചെയ്യുന്നത്. കടക്കടിയിൽ അകപ്പെട്ട് വീടുകളിൽ നിന്നും ഇറക്കിവിടപ്പെടുന്ന മനുഷ്യർക്കായി ഏക കിടപ്പാട സംരക്ഷണ നിയമം ഈ സർക്കാർ നടപ്പിലാക്കി. സർ, ഈ സർക്കാർ ചുമതലയേറ്റതിനു ശേഷം ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം സംസ്ഥാനത്ത് നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ പോലും കണ്ണിൽപ്പെടാതെ ജീവിക്കുന്ന അതിദരിദ്രരായ മനുഷ്യരുടെ ജീവിതാവസ്ഥയെ മെച്ചപ്പെടുത്താം എന്നതായിരുന്നു. അതിനായി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി നാം നടപ്പിലാക്കി. സർ, സംസ്ഥാനത്തെ 64,006 കുടുംബങ്ങളിലെ 1,03,099 വ്യക്തികളെയാണ് സർക്കാർ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചത്. സർ, ലോകത്ത് ചൈന കഴിഞ്ഞാൽ ആദ്യമായാണ് ഒരു സർക്കാർ ഇത്തരത്തിലൊരു ബൃഹത് പദ്ധതി വിജയകരമായി നടപ്പിലാക്കുന്നത്. സർ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൂടെ 42.1 ലക്ഷം കുടുംബങ്ങളിലെ 1.5 കോടിയോളം പേർക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ നൽകാൻ ഈ സർക്കാർ ചെലവഴിച്ചത് 4,236.22 കോടിയാണ്. സർ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ പുറത്തുള്ള 77,608 കുടുംബങ്ങൾക്ക് 3 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം നൽകുന്ന കാരുണ്യ ബെനവലന്റ് പദ്ധതിക്കായി സർക്കാർ ചെലവഴിച്ചത് 606.5 കോടി രൂപയാണ്. സർ, കേരളത്തിലെ ശിശുമരണ നിരക്ക് 5 ഇത് ഇന്ത്യയിൽ ഏറ്റവും കുറവാണ്. ദേശീയ ശരാശരി 25 ആണെന്നതും നാം ഓർക്കണം. അമേരിക്കയേക്കാൾ കുറഞ്ഞ ശിശുമരണ നിരക്കാണ് നമ്മുടെ നാടിനുള്ളത് എന്ന അഭിമാനത്തോടെ പറയട്ടെ. കുറഞ്ഞ മാതൃമരണ നിരക്കിലും ഉയർന്ന മറ്റ് ആരോഗ്യ സൂചകങ്ങളിലും കേരളം രാജ്യത്ത് ബഹുദൂരം മുന്നിലാണ്. സർക്കാർ മേഖലയിൽ ആദ്യമായി റോബോട്ടിക് സർജറിയും പീഡിയാട്രിക് റോബോട്ടിക് സർജറിയും ആദ്യമായി നടത്തിയതും കേരളത്തിലാണ്. സർക്കാർ ആശുപത്രികളിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ യാഥാർത്ഥ്യമാക്കുന്നത് കേരളത്തിലാണ്. ഇത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. സർ, ഞങ്ങളുടെ മുൻഗണന ഈ നാട്ടിലെ സാധാരണ മനുഷ്യരാണ്, അവരുടെ ജീവിത സുരക്ഷയാണ്. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അവരുടെ ദുരിതമകറ്റാനാണ്. സർ, ജാതിയുടെയും മതത്തിന്റെയും സങ്കുചിത ചിന്തകളുടെയും പക്ഷത്തല്ല, മനുഷ്യന്റെ പക്ഷത്താണ് സർ ഞങ്ങൾ. വർഗീയ ശക്തികൾ ഉയർത്തിയ ആക്രമണങ്ങളെയും പ്രചരിപ്പിച്ച അസത്യങ്ങളെയും നേരിട്ട് മുന്നേറി വന്നവരാണ് ഞങ്ങൾ. സർ, മതമാണ് പ്രശ്നം എന്നതല്ല ഞങ്ങളെ നയിക്കുന്ന മുദ്രാവാക്യം. അത് മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്നതാണ്. സർ, 1 കോടി മനുഷ്യരിലേക്ക് എത്തുന്ന സാമൂഹ്യ സുരക്ഷാ ധനസഹായങ്ങളും 5 ലക്ഷം
മനുഷ്യർക്ക് കിടപ്പാടവും 1 കോടിയിലധികം പേർക്ക് സൗജന്യ ചികിത്സയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചനവും കടക്കണിയിൽ വീണവർക്ക് കിടപ്പാടം സംരക്ഷിച്ചു കൊടുക്കലും സർക്കാർ പള്ളിക്കൂടങ്ങളും സർക്കാർ ആശുപത്രികളും മികച്ചതാക്കലുമാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. അത് ഞങ്ങളുടെ രാഷ്ട്രീയമാണ് സർ. ആ രാഷ്ട്രീയം ഓരോ നിശ്വാസത്തിലും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് സർ. സർ, കേരളത്തെ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നാം ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും ദുരന്തബാധിതർക്കും പ്രതിമാസ ധനസഹായം ചികിത്സാ സഹായവും നൽകിയും വാടക നൽകുന്നതിനൊപ്പം മാതൃകാപരമായ ഒരു ടൗൺഷിപ്പ് പദ്ധതി പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ്. സർ, കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 410 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. റോഡും ഡ്രെയിനേജുകളും പൊതുജനാരോഗ്യ കേന്ദ്രവും മാർക്കറ്റും കമ്മ്യൂണിറ്റി സെന്ററും ഓപ്പൺ തിയേറ്ററും അങ്കണവാടിയും മലിനജല സംസ്കരണ പ്ലാന്റും കളിസ്ഥലങ്ങളും ഉൾപ്പെട്ട ആസൂത്രിതമായ ഒരു ടൗൺഷിപ്പാണ് തയ്യാറാക്കുന്നത്. നാടന്നാകെ ഈ പുനർനിർമ്മാണ പദ്ധതിയിൽ സർക്കാരിനൊപ്പമുണ്ട്. വയനാട്ടിലെ ദുരന്തബാധിതരുടെ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കും എന്ന പ്രഖ്യാപനം കഴിഞ്ഞ ബജറ്റിൽ നടത്തിയിരുന്നു. സർ, ആ വാക്ക് പാലിക്കുകയാണ്. ഫെബ്രുവരി 3-ാം വാരത്തോടെ ആദ്യ ബാച്ച് വീടുകൾ അർഹരായവർക്ക് കൈമാറുകയാണ്. സർ, ക്ഷേമവും പുനരധിവാസവും മാത്രമല്ല നാടിന്റെ മുഖച്ഛായ മാറ്റുന്ന വികസന പദ്ധതികളും യഥാർത്ഥമാക്കിയാണ് 2ാം പിണറായി സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നത്. സർ, കേരളത്തിന്റെ തെക്ക് വടക്ക് ദേശീയപാതയുടെ NH 66 നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. സർ, ഇന്ത്യയിൽ ആദ്യമായി ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുത്ത ചെലവിന്റെ 25% 5580 കോടി രൂപ നൽകിയ സർക്കാരാണ് നമ്മുടേത്. UDFന്റെ കാലത്ത് അസാധ്യമെന്ന് വിലയിരുത്തി ഉപേക്ഷിക്കപ്പെട്ട ഈ പദ്ധതിയുടെ ഓഫീസ് പൂട്ടി ദേശീയപാത അധികൃതർ മടങ്ങിപ്പോയിരുന്നു. പിണറായി വിജയൻ സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ വികസന കാഴ്ചപ്പാടിന്റെയും ഭരണമികവിന്റെയും അഭിമാന പ്രതീകമാണ് ഈ ദേശീയപാത. കേരളത്തിന്റെ വരും തലമുറകൾ പിണറായി വിജയനെയും ഇടത് സർക്കാരിനെയും അഭിമാന പുരസ്സരം നോക്കിക്കാണും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. സർ, ഭാവി കേരളത്തിന്റെ വികസന ചക്രവാളം തുറന്നാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായത്. വിസ്മയകരമായ വികസനം വിഴിഞ്ഞത്തിലൂടെ കേരളത്തിലെത്തും. നാളിതുവരെ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ടത് 611 ചരക്ക് കപ്പലുകളാണ്. വിഴിഞ്ഞത്ത് നടന്ന ചരക്ക് നീക്കമാകട്ടെ 13.14 ലക്ഷം എണ്ണം TEU കണ്ടെയ്നറുകളുടേതും. സർ, വിഴിഞ്ഞം പദ്ധതിയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം 2026 ജനുവരി 24-ന് ബഹുമുഖ്യമന്ത്രി നിർവഹിച്ചു. 2024-ൽ പൂർത്തിയാക്കാൻ വിഭാവനം ചെയ്തിരുന്ന പ്രവർത്തനങ്ങളാണ് 17 വർഷം മുമ്പ് തന്നെ പൂർത്തീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. സർ, KSRTC ജീവനക്കാരെയും പെൻഷൻകാരെയും ചേർത്തുപിടിച്ച സർക്കാരാണിത്. പൊതുമേഖലയെ ഇറച്ചി വിലയ്ക്ക് വിട്ടുകളയണം എന്ന വലതുപക്ഷ സമീപനമല്ല ഞങ്ങളുടേത്. സർ, കേരളത്തിലെ KSRTC ജീവനക്കാർ ഇപ്പോൾ ശമ്പളം വാങ്ങുന്നത് എല്ലാ മാസവും 1-ാം തീയതിയാണ്. പ്രതിമാസം 125 കോടിയോളം രൂപയാണ് ശമ്പളവും പെൻഷൻ നൽകുന്നതിനായി സർക്കാർ KSRTCക്ക് കൃത്യമായി നൽകി വരുന്നത്. 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് നാളിതുവരെ KSRTCക്ക് നൽകിയത് 8525.43 കോടി രൂപയാണ്. 1-ാം പിണറായി സർക്കാർ 5002 കോടി രൂപയും ഉമ്മൻചാണ്ടി സർക്കാർ 1466.79 കോടി രൂപയുമാണ് KSRTCക്ക് നൽകിയത്. സർ, കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ വ്യവസായ വളർച്ചയോട് കൂടി കാലമായിരുന്നു. സംസ്ഥാനത്ത് പുതുതായി ആരംഭിച്ചത് 3.92 ലക്ഷം സംരംഭങ്ങളാണ്. കേരളത്തിലേക്ക് വന്ന നിക്ഷേപമാകട്ടെ 22,000 കോടി രൂപയുടേതും ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ട തൊഴിലവസരങ്ങൾ 7.5 ലക്ഷവുമാണ്. സർ, രാജ്യത്തെ വ്യവസായ സൗഹൃദ റാങ്കിംഗായി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളം 1-ാം സ്ഥാനത്താണ്. സർ, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.